ദൈവം നിങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തിയെ ദൈവം തന്നെ പൂർത്തീകരിക്കും. നിങ്ങളിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. അതൊരു നല്ല പ്രവൃത്തിയാണ്. ദൈവം ആരംഭിച്ചതാണ്. ദൈവം തന്നെ അത് പൂർത്തീകരിക്കും. ദൈവത്തിൻ്റെ വചനമയച്ചാണ് ദൈവം നിങ്ങളിൽ ആ പ്രവൃത്തി ആരംഭിച്ചത്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ്. അത് വെറുതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ പ്രവൃത്തി തികച്ച് അയച്ച കാര്യം സാധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അത് പൂർത്തീകരിക്കപ്പെടാതെ മുടങ്ങിക്കിടക്കുകയില്ല. ദൈവം ആ പ്രവൃത്തിയെ തികയ്ക്കും. ദൈവം യോന പ്രവാചകനോട് പറഞ്ഞു, നീ നിനവെ പട്ടണത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് കൈമാറണം. അത് യോന എന്ന പ്രവാചകനിലൂടെ ദൈവം ആരംഭിച്ചൊരു പ്രവൃത്തിയാണ്. എന്നാൽ ആ ദൈവശബ്ദത്തോട് മറുതലിച്ച് ദൈവം നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാതെ തർശീശിലേക്ക് പോയ യോനയെ നിനവെ പട്ടണത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, യോന പ്രവാചകനിലൂടെ ചെയ്യുവാനുള്ളത് യോനയിലൂടെ തന്നെ ദൈവം ചെയ്യുകയാണ്. നിങ്ങളിൽ ആരംഭിച്ചത് ദൈവം നിങ്ങളിൽ തന്നെ പൂർത്തീകരിക്കും. ദൈവം ആരംഭിച്ച പ്രവൃത്തി അത് മുടങ്ങിക്കിടക്കുകയില്ല, അത് പൂർത്തീകരിക്കപ്പെടും. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനം ആലയം വീണ്ടും പുതുക്കി പണിയുകയാണ്. ഇടിഞ്ഞുകിടക്കുന്ന മതിലുകളെ പണിയുകയാണ്. ആലയത്തിൻ്റെ പണി നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കൾ ആലയത്തിൻ്റെ പണിയെ മുടക്കിക്കളഞ്ഞു. ചില നാളുകൾ അത് മുടങ്ങിക്കിടന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം ആരംഭിച്ച പ്രവൃത്തിയെ പുനരാരംഭിക്കുവാൻ, മുടങ്ങിക്കിടന്ന വേല വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം തൻ്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. അതെ, ദൈവത്തിൻ്റെ പ്രവൃത്തി മുടങ്ങിക്കിടക്കുകയില്ല. ദൈവം അത് പൂർത്തീകരിക്കും. യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നൊരു തിരുവചനം ദൈവ അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അവർ യെരൂശലേമിൽ ദൈവത്തെ സാക്ഷീകരിച്ചു. എന്നാൽ ആ ബൗണ്ടറി വിട്ട് പിന്നെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവർക്ക് വേണ്ടി വാതിലുകളെ തുറന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ആരംഭിച്ച പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയ വാതിലുകളെ തുറക്കും. അത് ലോകത്തിൻ്റെ വെളിച്ചമാകാനുള്ള പദ്ധതിയാണെങ്കിൽ രാജ്യത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു വയ്ക്കും. തടസ്സങ്ങളെ ദൈവം തന്നെ നീക്കിക്കളയും. ദൈവം നിങ്ങൾക്ക് മുൻപേ പോകും. ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിൽ തകർത്ത് ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിച്ചു കളയും. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം പൂർത്തീകരിക്കും. വിശ്വസിക്കുക. നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പകലൊരു വഴി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. ദൈവത്തിന് വഴിയുണ്ട്. നിങ്ങൾ വിചാരപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ ദൈവം വിളിക്കുമ്പോൾ ചെങ്കടലിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ജനത്തോട് ദൈവം പറഞ്ഞത് ചെങ്കടലിലേക്ക് ഇറങ്ങാനാണ്. ഇന്നുവരെ കാണാത്ത പുതിയ വഴികൾ നിന്റെ അസാധ്യതകളുടെ നടുവിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. വിശ്വസിക്കുക. ദൈവമാണ് നിന്റെ ഒരു പ്രവൃത്തി ആരംഭിച്ചത്.
ദൈവം തന്നെ അത് പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കപ്പെടും. തടസ്സങ്ങളെ ദൈവം നീക്കും. വാതിലുകൾ ദൈവം തുറക്കും. കരുതലുകൾ ദൈവം വെളിപ്പെടുത്തും. ദൈവം നിന്റെ വലം കൈക്ക് പിടിച്ചുകൊണ്ട് നിന്നെ പൂർത്തീകരണത്തിലേക്ക് നടത്തും. വിശ്വസിക്കുക. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അവനത് നിവർത്തിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.